മക്കളെ ബിടെക് S1 സ്റ്റുഡൻസ്, നിങ്ങളിപ്പം സീരീസ് എക്സാം കഴിഞ്ഞവരുണ്ടാവും, സീരീസ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സീരീസ് എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഓക്കെ, നമ്മളെ പലരും ഒരു ക്ലാസ് ടെസ്റ്റ് അല്ലേ എന്നുള്ള രീതിയിൽ എടുക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ പരീക്ഷയ്ക്ക് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയെങ്കിലും മനസ്സിലാക്കുക, സീരീസ് എക്സാം സീരിയസ് ആയിട്ട് തന്നെ കാണണം. കാരണം യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം നമ്മുടെ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് സീരീസ് എക്സാമിന് കിട്ടുന്ന മാർക്കിനെയും കൂടെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഇന്റേണൽ മാർക്ക് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാർക്ക് നമ്മൾ എക്സ്റ്റേണലിൽ നമ്മൾ നേടിയെടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഇന്റേണലിലൊക്കെ അണ്ടർ ആയി കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ നിങ്ങൾ ഈ ഒരു സീരീസ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ടഫാണ്, അതിന്റെ ബേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനിയും വൈകിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലെർണിനോയെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ഫാക്കൾട്ടിയുടെ മെന്റർഷിപ്പോട് കൂടി ലൈവ് ക്ലാസ്സസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് തരും. സോ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു 1-to-1 ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ഇനി അതല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് നോക്കിയിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കാം. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ ലേർണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, കംപ്ലീറ്റ് S1 സബ്ജക്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം. പക്ഷെ ഈ തീരുമാനം എടുക്കാൻ നിങ്ങൾ വൈകരുത്. ഡിസംബറിൽ എക്സാം ആവുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എക്സാം ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസംബർ ഒക്കെ ആവട്ടെ, അല്ലെങ്കിൽ ടൈം ടേബിൾ ഒക്കെ വരട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കരുത്. കാരണം അവസാന നിമിഷം നമുക്കിതെല്ലാം കൂടെ മകപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നല്ലൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കാം. താങ്ക്